പ്രിയ കൂട്ടുകാരെ, ഐസക് അന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. HSA സോഷ്യൽ സയൻസിൻ്റെ വിജ്ഞാപനം ഈ മാസത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നേ തന്നെ HSA സോഷ്യൽ സയൻസിന് തയ്യാറെടുത്താൽ ഈ ഗോൾഡൻ ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ കയറാനും തൊട്ടടുത്ത റാങ്കുകളിലാണെങ്കിൽ തീർച്ചയായും ജോലി ലഭിക്കുവാനും നിങ്ങൾക്ക് വളരെ ഗോൾഡൻ ചാൻസാണ്. ഈ ചാൻസ് മിസ്സാക്കരുത്. നമ്മൾ ഏകീകരണമെല്ലാം വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്വാനത്തിന് ഫലമുണ്ടാകണമെങ്കിൽ നോട്ട്സ് കുറിച്ചെടുത്ത് പഠിക്കുക. ആർക്കെങ്കിലും നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് അടിക്കുക. കമൻസിലൂടെ പറയുകയാണ് നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് HSA സോഷ്യൽ സയൻസിൻ്റെ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിയിലൂടെ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് മുന്നിലുള്ള ക്ലാസ്സിലും HSA സോഷ്യൽ സയൻസിന് തന്നിട്ടുണ്ട്. കൂടാതെ സെറ്റ് നെറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്കുമുള്ള എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകളും ഈ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം. ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ജോഗ്രഫി. എന്താണ് ജോഗ്രഫി? ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനശാഖ. ജോഗ്രഫി എന്ന വാക്കുണ്ടായത് ഏത് പദത്തിൽ നിന്നുമാണ്? ഗ്രീക്ക്. ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫി എന്നാൽ വിവരണം എന്നുമാണ്. ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫി എന്നാൽ വിവരണം എന്നുമാണ്. ഇറാസ്തനീസ് ആണ് ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇറാസ്തനീസ് ആണ് ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചതും ഇറാസ്തനീസാണ്. എങ്ങനെയാണ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചത്? ഇറാസ്തനീസാണ്. സൂര്യരശ്മികൾ പതിക്കുന്ന കോണളവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാസ്തനീസ് കണ്ടുപിടിച്ചത്. സൂര്യരശ്മികൾ പതിക്കുന്ന കോണളവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചത് ആര്? ഇറാസ്തോത്തനീസ്. സൂര്യരശ്മികൾ പതിക്കുന്ന കോണളവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഇറാസ്തോസ്തനീസ്. 25 ലക്ഷം സ്റ്റേഡിയ യൂണിറ്റ് എന്നൊരു യൂണിറ്റാണ് ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് ഗ്രീക്കിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. സ്റ്റേഡിയ എന്ന യൂണിറ്റ്. അദ്ദേഹത്തിൻ്റെ ബുക്സാണ് മിൻസും ഹെർമിസും. ഇതെല്ലാം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇറാസ്തോത്തനീസിൻ്റെ ബുക്കുകളാണ് മിൻസ്, ഹെർമിസ്. ഇറാസ്തോത്തനീസ്, മിൻസ്, ഹെർമിസ്. ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ക്ലോഡിയസ് ടോളമിയാണ്. ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? ക്ലോഡിയസ് ടോളമി. എല്ലാവർക്കും ടോളമി ആണെന്നറിയാം. പക്ഷേ ടോളമിയുടെ ആദ്യ പേര് നോക്കിയിരിക്കണം, ക്ലോഡിയസ് ടോളമി. അദ്ദേഹത്തിൻ്റെ ബുക്സാണ് ജോഗ്രഫിയും അൾമജസ്റ്റും. അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് ജോഗ്രഫി ആൻഡ് അൾമജസ്റ്റ്. ഭൗമകേന്ദ്ര സിദ്ധാന്തം. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നാണ് അദ്ദേഹം വാദിച്ചത്. ഭൗമകേന്ദ്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് വാദിച്ചത് ആരാണ്? ടോളമിയാണ്. ഭൂമി ഉരുണ്ടതാണെന്നും ചലനാത്മകമാണെന്നും പറഞ്ഞത് പൈതഗോറസാണ്. ഭൂമി ഉരുണ്ടതാണെന്നും ചലനാത്മകമാണെന്ന് പറഞ്ഞതും ആരാണ്? പൈതഗോറസ്. ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് തെയിൽസ് ആണ്. ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? തെയിൽസ്. ഭൂമിയുടെ ഏകദേശ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഭൂമിയുടെ ഏകദേശ ഭാരം ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചതാണ് മഗല്ലൻ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത് ആര്? മഗല്ലൻ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമി എന്ന് സ്ഥാപിച്ചതാണ് ഐസക് ന്യൂട്ടൻ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം വീർത്തതുമായ ഒരു ഗോളാകൃതിയാണ്. ഈ ഗോളാകൃതിക്ക് ജിയോയിഡ് എന്ന് പറയും എന്നാണ് ഐസക് ന്യൂട്ടൻ പറഞ്ഞത്. ഓക്കെ, ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നതും സ്വയം ഭ്രമണം ചെയ്യുമെന്നും ആദ്യമായി സമർത്ഥിച്ചത് അരിസ്റ്റാർക്കസ്. ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നു എന്നും സ്വയം ഭ്രമണം ചെയ്യുമെന്നും ആദ്യമായി സമർത്ഥിച്ചത് അരിസ്റ്റാർക്കസ്. ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണം ഐസക് ന്യൂട്ടൻ പറഞ്ഞതുപോലെ ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം വീർത്തതുമാവാനുള്ള ഗോളാകൃതി ആവാനുള്ള കാരണം അല്ലെങ്കിൽ ജിയോയിഡ് ആകൃതിക്കുള്ള കാരണം ഭൂഭ്രമണഫലമായിട്ടുള്ള അഭികേന്ദ്രബലമാണ്. ഭൂഭ്രമണഫലമായിട്ടുള്ള അഭികേന്ദ്രബലം. ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് അദ്ദേഹം സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും വാദിച്ചു. സൗരകേന്ദ്ര സിദ്ധാന്തം
പതിച്ചയാളാണ് കോപ്പർനിക്കസ്. സൗരകേന്ദ്ര സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവും അദ്ദേഹമാണ്. ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവായ ഇദ്ദേഹമാണ് കോപ്പർനിക്കസ്. അദ്ദേഹത്തിൻ്റെ ബുക്സാണ് റെവല്യൂഷനിംബസ് ഓൺ ദ റെവല്യൂഷൻസ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്, റെവല്യൂഷനിംബസ് ഓൺ ദ റെവല്യൂഷൻ ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. 11 വർഷങ്ങൾ കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വെച്ചത് ജീൻ ബെലിയോ. 11 വർഷങ്ങൾ കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വെച്ചതാണ് ജീൻ ബെലിയോ. 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ചത് ഫ്രാങ്കോയിസ് ഗാബർട്ട്. 150 ദിവസം കൊണ്ട് സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ചത് അഭിലാഷ് ടോമി. ഭൂമിയുടെ ചലനങ്ങൾ. ഭ്രമണം. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നു. സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇതെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മണിക്കൂറും മിനിറ്റും സെക്കൻഡ് എല്ലാം മാറിത്തരും. അപ്പോൾ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖയിലാണ്, 1667 കിലോമീറ്റർ, 1667 km/h. ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖയിലാണ്, 1667 km/h. ധ്രുവപ്രദേശങ്ങളിൽ ഭ്രമണ വേഗത 0ആണ്. അതും നോട്ട് ചെയ്യുക. ധ്രുവപ്രദേശങ്ങളിൽ ഭ്രമണ വേഗത 0ആണ്. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് പരിക്രമണം. അത് ഏത് ദിവസം നോട്ട് ചെയ്യണം? 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. പരിക്രമണ വേഗത. ഭൂമിയുടെ പരിക്രമണ വേഗതയാണ് 29.8 km/s. ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? 29.8 km/s. പലായന പ്രവേഗം 11.2 km/s. 112 അല്ലാതെ 11.2 പലായന പ്രവേഗം 11.2 km/s. ഭൂമിയുടെ ചുറ്റളവ് 40,000 കിലോമീറ്റർ. ഭൂമിയുടെ ചുറ്റളവ് 40,000 കിലോമീറ്റർ. ഭൂമധ്യരേഖ വ്യാസം 12,756 കിലോമീറ്റർ. ഭൂമധ്യരേഖ വ്യാസം 12,756 കിലോമീറ്റർ. ധ്രുവീയ വ്യാസം 12,713 കിലോമീറ്റർ. ആർട്ടിക്കിൽ നിന്നും അന്റാർട്ടിക്കയിലേക്കുള്ള ദൂരം 20,000 കിലോമീറ്റർ. ആർട്ടിക്കിൽ നിന്നും അന്റാർട്ടിക്കയിലേക്കുള്ള ദൂരം 20,000 കിലോമീറ്റർ. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണതലത്തിലെ ചരിവ് 66.5 ഡിഗ്രി. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണതലത്തിലെ ചരിവ് 66.5 ഡിഗ്രി. ലംബതലത്തിലെ ചരിവ് 23.5 ഡിഗ്രി. ലംബതലത്തിലെ ചരിവ് 23.5 ഡിഗ്രി. ഇതെല്ലാം മാർച്ചും എല്ലാം സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഭൂമിയുടെ ഏകദേശ ഭാരം 5.98 × 10⁻²4 കിലോഗ്രാം. ഭൂമിയുടെ ഏകദേശ ഭാരം, ഹെൻറി കാവൻഡിഷ് ആണല്ലോ ആദ്യമായി ഭാരം കണക്കൂട്ടിയത്, 5.98 × 10⁻²4 കിലോഗ്രാം. ഭൂമിയിലെ പ്രധാനപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെ നോക്കാം. അയൺ, ഓക്സിജൻ, സിലിക്കൺ, മഗ്നീഷ്യം, സൾഫർ, നിക്കൽ, കാൽസ്യം, അലുമിനിയം. അയൺ, ഓക്സിജൻ, സിലിക്കൺ, മഗ്നീഷ്യം, സൾഫർ, നിക്കൽ, കാൽസ്യം, അലുമിനിയം. നമുക്കിനി സോഷ്യൽ സയൻസിലെ ടീച്ചിങ് മെത്തേഡും ഒന്ന് നോക്കാം. അതിൽ ടീച്ചർ സെൻറ്റർ അപ്രോച്ച്, ചൈൽഡ് സെൻറ്റർ അപ്രോച്ച്, ഇൻഡക്റ്റീവ് അപ്രോച്ച്, അതായത് പർട്ടിക്കുലർ ടു ജനറൽ. ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ജനറലിൽ നിന്നും പർട്ടിക്കുലറിലേക്ക്. ദെൻ കൺസെപ്ച്വൽ അപ്രോച്ച്, ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു കൺസെപ്റ്റ്. ദെൻ ഫാക്ച്വൽ അപ്രോച്ച്, ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ഒബ്സർവേഷൻ, അനാലിസിസ്, കമ്പാരിസൺ ആൻഡ് ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ അപ്രോച്ച് ടു ദ ടീച്ചിങ് ആണ് ടീച്ചർ സെൻറ്റർ അപ്രോച്ച്, ചൈൽഡ് സെൻറ്റർ അപ്രോച്ച്, ഇൻഡക്റ്റീവ് അപ്രോച്ച്, that is particular to general, deductive approach, general to particular, then conceptual approach and factual approach. Then നമുക്ക് സൈക്കോളജിയിലെ തിയറിയും നമ്മൾ ക്ലാസ്സിനോടൊപ്പം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് സൈക്കോ അനലിറ്റിക് തിയറി, സിഗ്മണ്ട് ഫ്രൂഡിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറി ഒന്ന് നമുക്ക് നോക്കാം. അതിൽ വരുന്നതാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. അതിൽ കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സിൽ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ് മൈൻഡ് എന്നിങ്ങനെ 3 തരം മൈൻഡുകളുണ്ടെന്നാണ് പറയുന്നത്. കോൺഷ്യസ് മൈൻഡിലാണ് തോട്ട്സ് ആൻഡ് പെർസെപ്ഷൻസ് അറ്റ് പ്രസൻറ്റ്. നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ ചിന്തകളും എല്ലാം കോൺഷ്യസ് മൈൻഡിലാണുള്ളത്. പ്രീ കോൺഷ്യസ് മൈൻഡിലാണ് മെമ്മറീസ് ആൻഡ് സ്റ്റോർ നോളജ്. മുമ്പുള്ള ഓർമ്മകളും അറിവുകളും എല്ലാം പ്രീ കോൺഷ്യസ് മൈൻഡിലാണ്.
അൺകോൺഷ്യസ് മൈൻഡിലാണ് റിപ്രസ്ഡ് വിഷസ്, ഫിയേഴ്സ്, ഷെയിംഫുൾ എക്സ്പീരിയൻസ്, സെൽഫിഷ് നീഡ്സ്, അൺഅക്സെപ്റ്റബിൾ ഡിസേർട്സ് എക്സെട്ര. ഇതെല്ലാം അൺകോൺഷ്യസ് മൈൻഡിലാണ്. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയുടെ അൺകോൺഷ്യസ് മൈൻഡാണ്. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡൈനാമിക്സിൽ വരുന്നതാണ് കോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. പേഴ്സണാലിറ്റി സ്ട്രക്ചർ. ഇഡ് ഈസ് ദ ഒറിജിനൽ സോഴ്സ് ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒറിജിനൽ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഇഡാണ്. എന്താണ്? നമ്മളെപ്പോഴും പെയിൻഫുൾ എക്സ്പീരിയൻസ് അവോയ്ഡ് ചെയ്യാനും ഗീവ് ഇമ്പോർട്ടൻസ് ടു പ്ലഷർ സിറ്റുവേഷൻസ്. നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്, പെയിൻഫുൾ എക്സ്പീരിയൻസിനെ ഒഴിവാക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈഗോ ആക്ട് ആസ് ദ റിയാലിറ്റി ആൻഡ് ഇൻ്റലിജൻ്റലി. അതായത് നമ്മൾ റിയാലിറ്റീനെ ഫേസ് ചെയ്യുന്നതും വളരെ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുന്നതുമായ മൈൻഡ് സെറ്റപ്പാണ് ഈഗോ. ദാറ്റ് ഈസ് പോലീസ് ഫോഴ്സ് ഇൻ എ മാൻ. ഈഗോ ഈസ് ആക്ട് ആസ് പോലീസ് ഫോഴ്സ് ഇൻ എ മാൻ. സൂപ്പർ ഈഗോ ദ സെൻസ് ഓഫ് റൈറ്റ് ഓർ റോങ്സ്, ഗുഡ് ഓർ ബാഡ്, ശരിയേത് തെറ്റേത്, അല്ലെങ്കിൽ എത്തിക്കൽ ആൻഡ് മോറൽ ഫോഴ്സ് ഓഫ് മാൻ എന്ന് പറയുന്നത് സൂപ്പർ ഈഗോയാണ്. എത്തിക്കൽ ആൻഡ് മോറൽ ഫോഴ്സ് ഓഫ് എ മാൻ എന്ന് പറയുന്നത് സൂപ്പർ ഈഗോയാണ്. ദെൻ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിൽ വരുന്നതാണ് ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജ് അപ് ടു 2 years, അനൽ സ്റ്റേജ് 2 or 3 years, ഫാലിക് സ്റ്റേജ് 3 to 5 years. ഈ ഫാലിക് സ്റ്റേജിൽ വരുന്ന 2 ഡെവലപ്മെൻറ്റാണ് ഓഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും. ഓഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് മെയിൽ ചൈൽഡും മദറും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ്. ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് ഫീമെയിൽ ചൈൽഡും ഫാദറും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ്. ദെൻ ലേറ്റൻസി സ്റ്റേജ് 6 to 18 years, ജെനിറ്റിയൽ സ്റ്റേജ് 18 years ബിയോണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ ക്രമം ഒന്ന് പഠിച്ചിരിക്കണം സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ. ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, പാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, പാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ് ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. അപ്പോൾ നമ്മൾ സൈക്കോളജി ജസ്റ്റ് 1 word പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ജിയോഗ്രഫിയുടെ ബാക്കിയും ഒരു സൈക്കോളജിയുടെ തിയറി നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ നോട്ട്സുകൾ ഇന്ന് തന്നെ കുറിച്ച് വെക്കേണ്ടതാണ്. കമൻസുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയാലാണ് ക്ലാസ്സുകൾ നമുക്കിനി കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഇതൊരു ഗോൾഡൻ ചാൻസാണ്, മറക്കരുത്. ഗുഡ് ബൈ.